നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം നടത്തിയ ചെറ്റത്തരം പരാമർശമെല്ലാം വളരെയധികം ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പുതിയ തരത്തിലുള്ള പരാമർശം കൂടി പുറത്തു വരുന്നത്. അത് അടിസ്ഥാനപരമായ ഒരു ധാർഷ്ട്യം എന്നാണ് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. അറിഞ്ഞില്ലേ, നമ്മുടെ മുഖ്യമന്ത്രിജി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക വികസനത്തെക്കുറിച്ചൊക്കെ ഘോരമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഏതോ ഉച്ചാളി അതിനിടയ്ക്കുന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്ത് വിവരക്കേടുള്ള കാര്യമാ. മുഖ്യമന്ത്രി 10 വർഷം മുഖ്യമന്ത്രിയായിട്ടിരുന്നു. ഇനിയിപ്പം മൂന്നാമതും ഭരണം കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ 15 വർഷം. എന്നാ കുഴപ്പം? പിന്നെ പ്രായം 70-80 വയസ്സാറായില്ലേ, അതിൻ്റെയൊക്കെ ഒരു ദേഷ്യവും ഒക്കെ വരും, പെട്ടെന്നുള്ളൊരു ദേഷ്യം. പിന്നെ സംസാരത്തിന് ഇച്ചിരിയൊക്കെ ഒരു കുറവ് വരും. അത് നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. മുഖ്യനല്ലേ നമ്മുടെ പിണറായിജി. നമ്മൾ പറയുന്നു ഒരു ചോദ്യം ചോദിച്ചു ഇടയ്ക്ക് ഏതോ ഒരു വരതൂറി. മുഖ്യം പറഞ്ഞാൽ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്. അതല്ലേ അതുപോലത്തെ വലിയ കാര്യം വികസനത്തെക്കുറിച്ചും അവർ ചെയ്ത കാര്യങ്ങളൊക്കെ മഹത്തരം പറയുമ്പോഴത്തേനും ഒരു ചെറിയ ചോദ്യം. ആനയുടെ കാലിൽ ഒരു ഉറുമ്പ് കടിച്ചെന്ന് ആനയ്ക്ക് എന്നാ എന്ന് പറഞ്ഞ പോലെ വലിയ കാര്യം പറയുമ്പോഴത്തേനും ഒരു ചോദ്യം ചോദിക്കട്ടെന്ന്. പിന്നെ എന്നാന്നാ പറയുന്നതാണ്. തെറി പറയാതിരുന്നത് ഭാഗ്യം. ജി സുധാകരനെയൊക്കെ നമ്മൾ വിളിച്ച കേട്ടതല്ലേ. ജി സുധാകരൻ പറഞ്ഞ് എന്നെക്കാൾ വലിയ തെറി പുള്ളി വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞാനായിട്ടൊരു മറുപടി പറഞ്ഞില്ല. നമ്മളിങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. പണ്ട് മാധ്യമക്കാരെ ഇറങ്ങിപ്പോവും. അങ്ങനെ പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പ്രായം, പദവി ഇതെല്ലാം നമ്മൾ നോക്കണമല്ലോ. എന്നാലും ഉച്ചാളി അസ്ഥാനത്ത് ഒരു ചോദ്യം ചോദിച്ചല്ലോ. ഇത്രയും വികസനമൊക്കെ പറഞ്ഞ് എവിടെയും റിലാക്സായി ഇരിക്കുമ്പോഴത്തേനും ചോദ്യം ചോദിക്കും. എന്തായാലും അദ്ദേഹം മറുപടി പറയുകയും ചെയ്യും. അത് മാന്യനായ മനുഷ്യനാണ്. പക്ഷേ നമ്മളിങ്ങനെ രക്തം തിളച്ച് ഒരു കാര്യത്തെക്കുറിച്ച് വലുതായ രീതിയിൽ പറയുമ്പോഴത്തേനും നമ്മളെ ആണെങ്കിലും ഡിസ്റ്റർബ് ചെയ്യും. നമ്മൾ പരത്തരം വിളിക്കുമല്ലേ. അതിപ്പോൾ ഇത്രമാത്രം മാധ്യമങ്ങൾ അത് റിപ്പീറ്റ് അടിച്ച് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്നാമത് ഇലക്ഷൻ നടക്കാൻ പോവാ, 2-3 ആഴ്ചയും കൂടെ ഉള്ളൂ. അത് പാർട്ടീനെ ഒരു ചെളി വാരി പോത്തുന്ന പോലെയല്ലേ. മോശമാണ്. ആരോ ഇടയ്ക്ക് എന്തോ ചോദിച്ചു, മുഖ്യമന്ത്രി വീട്ടിൽ പോയി ചോദിച്ചാൽ അവിടെ നിന്ന് തീർന്നു. ഇത്രയൊന്നും പ്രശ്നമാക്കണമെന്നേ, വിട്ട് കളയാനേ. എന്നതാണേ എത്ര വലിയ കാര്യങ്ങൾ, ഇറാനും യുദ്ധങ്ങൾ അതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനേ ഈ ചെറിയൊരു കാര്യം വിട്ട് കളയാനേ എന്നതാണേ. അതെ വിട്ട് കളയാൻ. ഓക്കെ, അത് നമ്മളതേക്കുറിച്ച് പിന്നെ അറിയിട്ടാണല്ലോ. വിട്ട് കളയാൻ അത് നമ്മളും വിട്ടു കളഞ്ഞു.